എറ്റുവിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ഐ എന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ ഹൈപ്പർമെട്രോപ്പിയ ഈസ് ഓപ്ഷൻസ് എ ദ ഹൈപ്പർമെട്രോപ്പിയ ഡ്യൂ ടു പാരലിസ് ഓഫ് അക്കോമഡേഷൻ, B. The hypermetropia that cannot be corrected by accommodation. C. The hypermetropia corrected by accommodation. D. The hypermetropia corrected by ciliary tone. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഫങ്ഷണൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് ദ ഹൈപ്പർമെട്രോപ്പിയ ഡ്യൂ ടു പാരലിസ് ഓഫ് അക്കോമഡേഷൻ പാരലിസ് ആകുന്നത് കാരണമായിട്ട് ഉണ്ടാവുന്ന ഹൈപ്പർമെട്രോപ്പിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ഓപ്ഷൻ ബി എന്താണ്? ദ ഹൈപ്പർമെട്രോപ്പിയ ദാറ്റ് കനോട്ട് ബി കറക്റ്റഡ് ബൈ അക്കോമഡേഷൻ. അതേതാണ്? അബ്സല്യൂട്ട് ഹൈപ്പർമെട്രോപ്പി ആണ് അക്കോമഡേഷൻ്റെ എഫക്റ്റ് വഴി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സി എന്താണ്? ദ ഹൈപ്പർമെട്രോപ്പി കറക്റ്റഡ് ബൈ അക്കോമഡേഷൻ. അതേതാണ്? ഫാക്കുൾറ്റേറ്റീവ് ഹൈപ്പർമെട്രോപ്പി ആണ്. ഡി എന്താണ്? ദ ഹൈപ്പർമെട്രോപ്പി കറക്റ്റഡ് ബൈ സിലിയറി ടോൺ. അതേതാണ്? ലേറ്റന്റ് ഹൈപ്പർമെട്രോപ്പി ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് സീൻ ഇൻ അഡോളസെൻസ്? ഓപ്ഷൻസ് എ മയോപ്പിയ, ബി ഹൈപ്പർമെട്രോപ്പിയ, സി അസ്റ്റിഗ്മാറ്റിസം, ഡി പ്രസ്ബയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി പ്രസ്ബയോപ്പിയ ആണ് ആൻസർ. ബാക്കിയെല്ലാം അഡോളസൻസിൽ കാണാൻ പറ്റുന്നതാണ്. പ്രസ്ബയോപ്പിയ എന്താണ്? ഏകദേശം ഒരു 40 ഏജ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 40യോട് അടുപ്പിച്ചൊക്കെയാണ് നമുക്ക് പ്രസ്ബയോപ്പിയ ഉണ്ടാവുക. നമ്മുടെ ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുക, സിലിയറി മസിൽസിൻ്റെ ആക്ഷൻസ് ഒക്കെ വീക്ക് ആവുക, ഇങ്ങനെയുള്ള കാരണം കൊണ്ടൊക്കെ നമ്മൾ നിയർ വിഷനിൽ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ പ്രസ്ബയോപ്പിക്കായിട്ട് പറയാറുള്ളത്. ഇതെന്തല്ല, ഒരു നോർമൽ റിഫ്രാക്റ്റീവ് എറർ അല്ല, ഇതൊരു ഫിസിയോളജിക്കൽ കണ്ടീഷനാണ്, ഫിസിയോളജിക്കൽ എററാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ്തനോപിക് സിംറ്റംസ് ഇൻക്ലൂഡ് ഓപ്ഷൻസ് എ ടയർഡ്നെസ് ഓഫ് ഐസ്, ബി ഹെഡ് ഏക്ക്, സി വാട്ടറിങ് ആൻഡ് മൈൽഡ് ഫോട്ടോഫോബിയ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ആസ്തനോപിക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞവയെല്ലാം ആസ്തനോപിക് സിംറ്റംസിൽ വരുന്നതാണ്. നമ്മുടെ കണ്ണിന് നല്ല ടയർഡ്നെസ് ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും. ഹെഡ് ഏക്ക് മെയിനായിട്ട് ഫ്രോണ്ടൽ ഓർ ഫ്രോണ്ടോ ടെമ്പറൽ സൈഡിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. വാട്ടറിങ് ഉണ്ടാവും, മൈൽഡ് ഫോട്ടോഫോബിയ ഉണ്ടാവും. റിഫ്രാക്റ്റീവ് എറേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഫാക്കുൾറ്റേറ്റീവ് ഹൈപ്പർമെട്രോപ്പിയിലാണ് കൂടുതലായിട്ടും ആസ്തനോപിക് സിംറ്റംസ് കാണാറുള്ളത്. അതിന് കാരണം അവിടെ അക്കോമഡേറ്റീവ് എഫേർട്ട് എടുത്തിട്ട് നമുക്കുള്ള ആ ഒരു റിഫ്രാക്റ്റീവ് എററിനെ അക്കോമഡേഷൻ്റെ എഫേർട്ട് കൊണ്ടാണല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് കാരണം നല്ല സ്ട്രെയിൻ വരും. അതുകൊണ്ട് തന്നെ അവിടെ ഈ ആസ്തനോപിക് സിംറ്റംസും ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്യൂഡോപാപ്പിലൈറ്റിസ് ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ മയോപ്പിയ, ബി ഹൈപ്പർമെട്രോപ്പിയ, സി അസ്റ്റിഗ്മാറ്റിസം, ഡി പ്രസ്ബയോപ്പിയ. സ്യൂഡോപാപ്പിലൈറ്റിസ് മെയിനായിട്ട് കാണുന്നത് ഓപ്ഷൻ ബി ഹൈപ്പർമെട്രോപ്പിയിലാണ്. ഈ സ്യൂഡോപാപ്പിലൈറ്റിസ് പോലെ തന്നെ ഹൈപ്പർമെട്രോപ്പിയുടെ കേസിൽ കാണാൻ പറ്റുന്ന വേറൊരു ചേഞ്ചാണ്, ഫണ്ടസിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് ഷോർട്ട് സിൽക്ക് അപ്പിയറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ റെറ്റിന എന്ത് ചെയ്യും, അതിൽ നന്നായിട്ട് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ വളരെയധികം ഭയങ്കര ബ്രില്യൻസ് ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻസ് അവിടെ വരുമെന്നാണ് പറയാം. അപ്പോൾ അതൊക്കെ കൂടി റെറ്റിന അങ്ങ് ഷൈൻ ചെയ്യുന്നൊരു അപ്പിയറൻസ് ഉണ്ടാവും. അതിനെയാണ് ഷോർട്ട് സെൽ അപ്പിയറൻസ് എന്ന് പറയാം. അപ്പോൾ സ്യൂഡോപാപ്പിലൈറ്റിസ് ആണ് ഷോർട്ട് സെൽ അപ്പിയറൻസ് ഓഫ് റെറ്റിന. ഇത് രണ്ടും ഹൈപ്പർമെട്രോപ്പിയിൽ വരുന്ന ഫണ്ടസ് ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ സൈൻസ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ സൈസ് ഓഫ് ഐബോൾ മേ ബി നോർമൽ ഓർ മേ അപ്പിയർ ആസ് സ്മോൾ ആസ് എ വോൾ, ബി കോർണിയ മേ ബി സ്ലൈറ്റ്ലി സ്മോളർ ദാൻ ദ നോർമൽ, സി ആൻറ്റീരിയർ ചേംബർ ഈസ് കമ്പാരിറ്റീവ്ലി ഷാലോ, ഡി ആൻറ്റീരിയർ ചേംബർ ഈസ് കമ്പാരിറ്റീവ്ലി ഡീപ്പ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ഹൈപ്പർമെട്രോപ്പിയുടെ സയൻസിൽ വരാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? സൈസ് ഓഫ് ഐബോൾ മേ ബി നോർമൽ ഓർ മേ അപ്പിയർ സ്മോൾ ആസ് എ വോൾ. ശരിയാണ്. നോർമലി ഹൈപ്പർമെട്രോപ്പിയുടെ കേസിൽ ഐബോൾ ഒന്നുകിൽ നോർമൽ ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അതുപോലെ തന്നെ കോർണിയ എന്തായിരിക്കും, ചിലപ്പോൾ സ്മോളർ ആവാം അല്ലെങ്കിൽ നോർമൽ ആവാം. അതുപോലെ ആൻറ്റീരിയർ ചേംബർ എന്ന് പറയുന്നത് ഷാലോ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. എന്നാൽ ഓപ്ഷൻ ഡി ആൻറ്റീരിയർ ചേംബർ ഈസ് കമ്പാരിറ്റീവ്ലി ഡീപ്പ് എന്നുള്ളത് മയോപ്പിക് കണ്ടീഷനിലാണ് വരിക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഹൈപ്പർമെട്രോപ്പിയ ഈസ് നോട്ട് കറക്റ്റഡ് ഫോർ എ ലോങ് ടൈം ദ കോംപ്ലിക്കേഷൻസ് ഓക്കേഴ്സ് ആർ ഓപ്ഷൻസ് എ റിക്കറൻസ് ടൈസ് ബ്ലിഫറൈറ്റിസ് ഓർ ചലാസിയ, ബി അക്കോമഡേറ്റീവ് കൺവേർജൻസ് ക്വൻറ്റ്, സി പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാം ഇതിൻ്റെ ആൻസേഴ്സ് തന്നെയാണ്. നമ്മൾ ഹൈപ്പർമെട്രോപ്പിയ കറക്റ്റ് ടൈമിൽ
ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഓപ്ഷൻ എ ആയിട്ടുള്ള റിക്കറൻസ് സ്റ്റൈസ്, പ്ലിഫറൈറ്റിസ്, ചെലാസിയോൺ ഇതൊക്കെ ഉണ്ടാവും. ഈ സ്റ്റൈസും പ്ലിഫറൈറ്റീസ് ഒക്കെ ഉണ്ടാവാൻ കാരണം എന്താ? നമ്മുടെ കണ്ണിന് നമ്മൾ ഹൈപ്പർമെട്രോപ്പി കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നല്ല ടയേർഡ്നെസ്സും ഫാറ്റിഗും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ണ് നന്നായിട്ട് റബ്ബ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? കൈ എപ്പോഴും ക്ലീൻ ഒന്നും ആയിരിക്കണം എന്നില്ല. അപ്പോൾ റബ്ബ് ചെയ്യുന്നത് കാരണമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് വരും. അങ്ങനെ എന്തുണ്ടാവും? റിക്കറൻസ് സ്റ്റൈസ്, പ്ലിഫറൈറ്റീസ്, ചെലാസിയോൺ ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ അക്കോമഡേറ്റീവ് കൺവെർജൻസ് സ്ക്വിൻറ്റ് വരാൻ കാരണം എന്താണ്? അതായത് നമ്മൾ ഹൈപ്പർമെട്രോപ്പി ഒരു ഫാക്കൾട്ടേറ്റീവ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ നമ്മൾ അക്കോമഡേഷൻ്റെ എഫേർട്ട് വഴിയാണ് അതിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എക്സസീവായിട്ട് നമ്മൾ അക്കോമഡേഷൻ യൂസ് ചെയ്യുന്നത് കാരണമായിട്ടാണ് അക്കോമഡേറ്റീവ് കൺവെർജൻസ് സ്ക്വിൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതൊരു 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുക. പിന്നെ പ്രൈമറി ആംഗിളോഷർ ഗ്ലോക്കോമ. ഇതിന് മെയിനായിട്ട് കാരണം നമ്മുടെ ഹൈപ്പർമെട്രോപ്പിക്കിൻ്റെ ഐ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് തന്നെ അതിലുള്ള ആൻറ്റീരിയർ ചാമ്പർ എന്തായിരിക്കും? ഷാലോ ആയിരിക്കും. സോ അവിടെ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയ്ക്കുള്ള ചാൻസും കൂടെ വരും. പിന്നെ ഇത് കൂടാണ്ട് ആംബ്ലിയോപ്പിക് കണ്ടീഷൻസിലേക്കൊക്കെ കണ്ണ് പോകാൻ കറക്റ്റ് ടൈമിൽ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുക. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻസ് എ, ഇഫ് ദർ ഈസ് അസോസിയേറ്റഡ് എക്സോഫോറിയ ദ ഹൈപ്രോപ്പിയ ഷുഡ് ബി under corrected by 1 to 2 diopter. B, in the presence of accommodative convergence squint, full correction should be given at the first sitting. C, if there is associated amblyopia, full correction with the occlusion therapy should be started. D, all of these. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. ഹൈപ്പർമെട്രോപ്പി അസോസിയേറ്റ് ചെയ്തിട്ട് എക്സോഫോറിയ ആണെങ്കിൽ നമ്മൾ അതിനെ അണ്ടർ കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ അക്കോമഡേറ്റീവ് കൺവെർജൻസ് സ്ക്വിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ കറക്ഷൻ കൊടുക്കുക ഫസ്റ്റ് സിറ്റിങ്ങിൽ. പിന്നെ അതുപോലെ ആംബ്ലിയോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കറക്ഷൻ കൊടുത്ത് അതിൻ്റെ കൂടെ ഒക്ലൂഷൻ തെറാപ്പിയും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ചൈൽഡിൻ്റെ ഗ്രോത്ത് നടക്കുന്നതോടൊപ്പം നമ്മുടെ ഹൈപ്പർമെട്രോപ്പി ഡിമിനിഷ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. സോ എന്ത് ചെയ്യണം? നമ്മളൊരു 6 months കൂടുമ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആബ്സെൻസ് ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ് ഫ്രം ദി പ്യൂപ്പിലറി ഏരിയ ഈസ് കോൾഡ്. ഓപ്ഷൻസ് എ അഫാക്കിയ, ബി സ്യൂഡോഫാക്കിയ, സി അസ്റ്റിഗ്മാറ്റിസം, ഡി പ്രസ്ബയോപ്പിയ. ഇതിന് ആൻസർ എന്താണ്? ഓപ്ഷൻ എ അഫാക്കിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഫാക്കിയ പ്രൊഡ്യൂസസ് ഓപ്ഷൻസ് എ ഹൈ ഡിഗ്രി ഓഫ് മയോപ്പിയ, ബി ഹൈ ഡിഗ്രി ഓഫ് ഹൈപ്പർമെട്രോപ്പിയ, സി ലോ ഡിഗ്രി ഓഫ് മയോപ്പിയ, ഡി ലോ ഡിഗ്രി ഓഫ് ഹൈപ്പർമെട്രോപ്പിയ. അഫാക്കിയ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ എന്താണ്? അഫാക്കിയ എന്ന് വെച്ചാൽ അവിടെ ലെൻസ് ഇല്ലാത്ത കണ്ടീഷനാണ്. അപ്പോൾ ലെൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു 70 diopteroളം പവർ നമ്മുടെ ലെൻസാണ് നമ്മുടെ കണ്ണിന് കൊടുക്കുന്നത്. അപ്പോൾ അത് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കണ്ണിൻ്റെ ടോട്ടൽ പവർ എന്ത് ചെയ്യും? കുറയും. ഒരു 16 diopter നമ്മുടെ കണ്ണിന് വേണ്ടെടുത്ത് ഒരു 42 diopter ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ അത് പ്രൊഡ്യൂസ് ചെയ്യുക? നല്ല ഹൈ ഡിഗ്രി ഓഫ് ഹൈപ്പർമെട്രോപ്പിയ പ്രൊഡ്യൂസ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ മാഗ്നിഫിക്കേഷൻ ഇൻ അഫാക്കിയ ബൈ സ്പെക്ടക്കിൾ കറക്ഷൻ ഈസ്. ഓപ്ഷൻസ് എ 13%, ബി 23%, സി 33%, ഡി 43%. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? അഫാക്കിയയിൽ സ്പെക്ടക്കിൾ വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ 33%ഓളം ഇമാജിൻ മാഗ്നിഫിക്കേഷൻ ഉണ്ടാവും. ഓപ്ഷൻ സി ആണ് ആൻസർ. അഫാക്കി കറക്ഷൻസിൽ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ചാമ്പർ IOL ഇംപ്ലാന്റേഷൻ ആണ്. ആ ഒരു സമയത്ത് പോസ്റ്റീരിയർ ചാമ്പറിലാണ് നമ്മൾ IOL ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇമാജിൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 0% ആണ്. പിന്നെ നമ്മൾ ചില കേസുകളിൽ നമുക്ക് പോസ്റ്റീരിയർ ചാമ്പറിൽ നമുക്ക് IOL ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ആൻറ്റീരിയർ ചാമ്പറിൽ ഇടും. ആ ഒരു ടൈമിൽ നമ്മൾ കാണുന്ന ഇമേജസിൽ ഒരു 2 to 5% മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും കാണുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് മെത്തേഡാണ് കോണ്ടാക്ട് ലെൻസ് മെത്തേഡ്. കോണ്ടാക്ട് ലെൻസ് ആണെന്നെങ്കിൽ ഒരു 10%ഓളം ഇമാജിൻ മാഗ്നിഫിക്കേഷൻ അതിലും ഉണ്ടാവും. സ്പെക്ടക്കിളിലാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമാജ് ഡിസ്റ്റോഷനും മാഗ്നിഫിക്കേഷനൊക്കെ ഉണ്ടാവുക. അതൊരു 33% ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള മെത്തേഡ് പോസ്റ്റീരിയർ ചാമ്പർ IOL ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ സൈൻസ് ഓഫ് അഫാക്കിയ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ ലിംബൽ സ്കാർ, ബി ആൻറ്റീരിയർ ചാമ്പർ ഈസ് ഡീപ്പർ ദാൻ നോർമൽ, സി ഐറിഡോഡോണസിസ്, ഡി പ്യൂപ്പിൾ ഈസ് ഗ്രേഷ് ബ്ലാക്ക് ഇൻ കളർ. ഇതിൻ്റെ ആൻസർ എന്താണ്? അഫാക്കിയ കണ്ടീഷൻസിൽ സൈൻസ് ആണ്. ലിംബൽ സ്കാർ ഉണ്ടാവും. കാരണം നമ്മൾ സർജറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ലെൻസ് പുറത്തെടുക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഒരു ലിംബൽ സ്കാറിനുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അതുപോലെ ഓപ്ഷൻ ബി എന്താണ്? ആൻറ്റീരിയർ ചാമ്പർ ഈസ് ഡീപ്പർ ദാൻ നോർമൽ, അതും കറക്റ്റ് ആണ്.
സി എന്താണ്? ഐറിഡോഡോണസിസ്. ഐറിസിൻ്റെ അവിടെ ചെറിയ സ്ക്രാച്ച് പോലെ ഐറിസിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു കീറലുകൾ വിള്ളലുകളൊക്കെ കാണാം. അതും കറക്റ്റാണ്. പിന്നെ ഓപ്ഷൻ ഡി എന്താണ്? പ്യൂപ്പിൾ ഈസ് ഗ്രേയിഷ് ബ്ലാക്ക് ഇൻ കളർ. ആണോ? ഇത് മാത്രം ഇൻകറക്റ്റ് ആണ്. പ്യൂപ്പിൾ എങ്ങനെയായിരിക്കും? ജെറ്റ് ബ്ലാക്ക് ആയിരിക്കും കളർ. അഫാക്കിയുടെ കേസിൽ പ്യൂപ്പിൾ ജെറ്റ് ബ്ലാക്ക് കളർ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റോങ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ അഫാക്കിയ പർക്കിൻജീസ് ഇമാജ് ടെസ്റ്റ് ഷോസ് ഓപ്ഷൻസ് എ 1 ഇമാജ്, ബി 2 ഇമാജസ്, സി 3 ഇമാജസ്, ഡി 4 ഇമാജസ്. നമ്മൾ മുമ്പ് പർക്കിൻജെ ഇമാജസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അഫാക്കിയുടെ കേസിൽ എന്താണ്? എത്ര ഇമാജസാണ് കാണാൻ പറ്റുക? ഓപ്ഷൻ ബി 2 ഇമാജസ് ആണ് ആൻസർ. നോർമലി നമ്മൾ 4 ഇമാജസ് ആണ് കാണുക. അതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഇമാജസ് കാണാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An AFAC wearing AFAC glasses will most commonly notice options A. Pincushion distortion, B. Spherical aberration, C. Barrel distortion, D. Chromatic aberration. നമ്മൾ പറഞ്ഞിരുന്നു അഫാക്കി കേസുകളിൽ നമ്മൾ സ്പെക്ടിക്കിൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 33% ഇമാജ് മാഗ്നിഫിക്കേഷൻ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ ഈ സ്പെക്ടിക്കിൾസിന് എന്തായിരിക്കും? നല്ല പവർ ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിരിക്കും. അത് കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പിൻകുഷൻ ഡിസ്റ്റോഷൻ. ഈ പിൻകുഷൻ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ അബറേഷൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ നമ്മൾ മോസ്റ്റ് കോമൺലി നോട്ടീസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഓപ്ഷൻ എ പിൻകുഷൻ ഡിസ്റ്റോഷൻ ആണ് പറയേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെസ്റ്റ് അവൈലബിൾ മെത്തേഡ് ഫോർ കറക്റ്റിംഗ് അഫാക്കിയ ഓപ്ഷൻസ് എ സ്പെക്ടക്കിൾ, ബി കോണ്ടാക്ട് ലെൻസ്, സി IOL ഇംപ്ലാന്റേഷൻ, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞതാണ് IOL ഇംപ്ലാന്റേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അഫാക്കിയെ കറക്റ്റ് ചെയ്യാനുള്ളത്. അത് തന്നെ പോസ്റ്റീരിയർ ചേമ്പറിൽ ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാറുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജാക്ക് ഇൻ ബോക്സ് സ്കോട്ടോമ ഈസ് സീൻ ആഫ്റ്റർ കറക്ഷൻ ഓഫ് അഫാക്കിയ ബൈ ഓപ്ഷൻസ് എ IOL, ബി സ്പെക്ടക്കിൾ, സി കോണ്ടാക്ട് ലെൻസ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സ്പെക്ടക്കിൾ ആണ്. ഈ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പെക്ടക്കിൾ യൂസ് ചെയ്യുമ്പോൾ സ്ഫെറിക്കൽ അബറേഷൻ ഉണ്ടാകുന്ന പോലെ തന്നെ പ്രിസ്മാറ്റിക് അബറേഷനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രിസ്മാറ്റിക് അബറേഷൻ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്കോട്ടോമയാണ് റോവിംഗ് റിംഗ് സ്കോട്ടോമ. അതിനെ തന്നെയാണ് നമ്മൾ ജാക്ക് ഇൻ ദ ബോക്സ് സ്കോട്ടോമ എന്നും പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി സ്പെക്ടക്കിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കണ്ടീഷൻ ഓഫ് അഫാക്കിയ വെൻ കറക്റ്റഡ് വിത്ത് ഇംപ്ലാന്റേഷൻ ഓഫ് എൻ IOL ഈസ് കോൾഡ് ഓപ്ഷൻസ് എ സ്യൂഡോഫാക്കിയ, ബി ആർട്ടിഫാക്കിയ, സി പ്രസ്ബയോപ്പിയ, ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ്. നമ്മുടെ സ്യൂഡോഫാക്കിയ എന്ന് നമുക്ക് പറയാം. അതിനെ തന്നെയാണ് ആർട്ടിഫാക്കിയ എന്നും പറയുന്നത്. IOL നമ്മൾ അഫാക്കി കേസസുകളിൽ IOL ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സ്യൂഡോഫാക്കിയ എന്നും പറയാം, ആർട്ടിഫാക്കിയ എന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. SRK ഫോർമുല ഈസ് ഓപ്ഷൻസ് എ -2.5L - 0.9K, B A+ 2.5L - 0.9K, C A+ 2.5L + 0.9K, D A+ 4.5L - 0.3K. SRK ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ IOLൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് SRK ഫോർമുല. അതിൻ്റെ കറക്റ്റ് ഫോം എങ്ങനെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. A - 2.5L - 0.9K. ഇതിൽ എ എന്ന് പറയുന്നത് എ കോൺസ്റ്റൻ്റ് ആണ്. ഓരോ ലെൻസിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ലെൻസ് കോൺസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. പിന്നെ എൽ എന്ന് പറയുന്നത് ആക്സൽ ലെങ്ത്തും കെ എന്ന് പറയുന്നത് കെരാറ്റോമെട്രി റീഡിങ്ങും ആണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷൈനിങ് റിഫ്ലക്സസ് ആർ സീൻ വെൻ ലൈറ്റ് ഈസ് ത്രോൺ ഇൻ ടു പിപ്പുലറി ഏരിയ ഈസ് എ ഫീച്ചർ ഓഫ് ഓപ്ഷൻസ് എ അഫാക്കിയ, ബി സ്യൂഡോഫാക്കിയ, സി പ്രസ്ബയോപ്പിയ, ഡി മയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സ്യൂഡോഫാക്കിയ ആണ്. അതായത് സ്യൂഡോഫാക്കിയയിൽ എന്താണ്? നമ്മുടെ ക്രിസ്റ്റൽ ലെൻസ് എടുത്തിട്ട് അവിടെ പകരം നമ്മൾ വേറൊരു ലെൻസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോർച്ച് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ ആ പിപ്പുലറി ഏരിയയിൽ അതിൻ്റെ ഒരു ഷൈനിങ് റിഫ്ലക്സ് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻസ് ഓഫ് സ്യൂഡോഫാക്കിയ ഓപ്ഷൻസ് എ സർജിക്കൽ ഓർ ലിംബൽ സ്കാർ, ബി മൈൽഡ് ഐറിഡോഡോണസിസ്, സി പ്യൂപ്പിൾ ഈസ് ബ്ലാക്കിഷ് ഇൻ കളർ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതെല്ലാം സ്യൂഡോഫാക്കിയുടെയും സൈൻസ് തന്നെയാണ്. സർജിക്കൽ ഓർ ലിംബൽ സ്കാർ നമുക്ക് കാണാൻ പറ്റും. അഫാക്കിലും അത് കാണാൻ പറ്റും, ഇതിലും കാണാൻ പറ്റും. അതുപോലെ മൈൽഡ് ഐറിഡോഡോണസിസ് ഇതിലും കാണാൻ പറ്റും. പിന്നെ ഇതിൽ പ്യൂപ്പിൾ എങ്ങനെയായിരിക്കും? നല്ല ബ്ലാക്കിഷ് കളറായിരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഷൈനിങ് റിഫ്ലക്സ്, പ്യൂപ്പിലറി ഏരിയയിലേക്കൊക്കെ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ടുള്ള റിഫ്ലക്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൺസെക്യൂട്ടീവ് മയോപ്പിയ ഒക്കേഴ്സ് വെൻ ഓപ്ഷൻസ് എ അണ്ടർ പവർ IOL ഈസ് ഇംപ്ലാന്റഡ്,
ബി ഓവർ പവർ IOL ഈസ് ഇംപ്ലാന്റഡ്, സി എക്സാക്ട് പവർ ഓഫ് IOL ഈസ് ഇംപ്ലാന്റഡ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമുക്ക് എപ്പോഴാണ് സർജിക്കൽ കറക്ഷൻ കഴിഞ്ഞു, നമ്മൾ സ്യൂഡോഫാക്കിക് ആക്കി, IOL ഇംപ്ലാന്റ് ചെയ്തു, എന്നിട്ടും നമ്മുടെ കണ്ണിന് മയോപ്പിയ വരികയാണ്, കൺസിക്യൂട്ടീവ് മയോപ്പിയ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ടോട്ടൽ പവർ കൂടിയിട്ടുണ്ടാവും. പവർ കൂടണമെന്നുണ്ടെങ്കിൽ IOL എന്തായിട്ടുണ്ടാവും? ഓവർ പവർ ആയിട്ടുണ്ടാവും. ഇനി ക്വസ്റ്റ്യനിൽ കോൺസിക്യൂട്ടീവ് മയോപ്പിയക്ക് പകരം ഹൈപ്പർമെട്രോപ്പി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? നമ്മൾ ഇട്ട് കൊടുത്ത IOLൻ്റെ പവർ അണ്ടർ പവർ ആവുമ്പോഴാണ് ഹൈപ്പർമെട്രോപ്പിക് കണ്ടീഷൻ വീണ്ടും വരിക. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഒപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ഐ എന്ന സിലബസിലെ ടോപ്പിക്കിലെ റിഫ്രാക്റ്റീവ് എറർ എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിനെയും കംപ്ലീറ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു 2-3 ക്ലാസ്സുകൾ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണുക. നമ്മളുടെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല ഇതുവരെ, പിന്നെ അതുപോലെ സിലബസും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പഴയ സിലബസ് വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. സിലബസിൽ ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.